ഇന്ന് നമ്മൾ കൊല്ലത്ത് നിന്ന് നേരെ പാലക്കാട് പോകുന്ന സുഹൃത്തുക്കളെ, അവിടെ എത്തി നമ്മളെ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നതും അവരുടെ പുറത്ത് ചില്ല് ചെയ്യാൻ പോകുന്നതും ഫുഡ് കഴിക്കുന്നതും പല പല പാലക്കാട്ടെ കിടിലം സ്ഥലങ്ങൾ കാണാൻ പോകുന്നതാണ് ഇന്നത്തെ വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും ഇൻഫ്രണ്ട് വ്ലോഗിലെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. കുറേ നാളായി എനിക്ക് തന്നെ അറിയാം, ഏകദേശം ഒരു 2 മാസത്തോളമായി ഞാനിങ്ങനെ നിങ്ങൾ സംസാരിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് പാലക്കാട് വന്നേക്കുവാണ്. ഫുഡ് വ്ലോഗും പിന്നെ എൻ്റെ കുറച്ച് ബഡ്ഡീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരൊന്ന് കണ്ട് മീറ്റപ്പിനും നല്ലൊരു ദിവസമായിരിക്കും. കാരണം ലാസ്റ്റ് ടൈം അവർ ട്രിവാൻഡ്രം വന്നപ്പോൾ ഞാൻ വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ വ്ലോഗ് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അന്ന് കിടിലം വൈബായിരുന്നു. കുറച്ച് ടൈമേ എനിക്ക് അവരോട് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഈ ഒരു ദിവസം അടിപൊളിയാക്കാനാണ് ഇന്നത്തെ എൻ്റെ ഒരു പ്ലാൻ. രാവിലെ നൈഫ് എണ്ണീറ്റൊരു കുളിയും പാസ്സാക്കി നിൽക്കുവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ട്രിപ്പൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല ട്രിപ്പല്ലേ, ട്രാവല് വാസ് ആക്ച്വലി നൈസ് അറിയാൻ സത്യം പറയാമല്ലോ. ഓക്കെ, ബാ നമുക്ക് ചായ കുടിക്കണ്ടേ നൈഫേ? ബാ 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 ഡ്രസ്സപ്പ് ചായ കുടിക്കാം. ഗൈസ് ഇത് കണ്ടോ, ഇന്നലെ നമ്മൾ ഇറങ്ങിയപ്പം ഒരു രക്ഷയില്ലാത്ത മഴ, ഒടുക്കത്തെ മഴ. നമ്മൾ വണ്ടിയിൽ റെയിൽവേ സ്റ്റേഷൻ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഉടുപ്പ് നനഞ്ഞ് ഷൂ നനഞ്ഞ്. പക്ഷെ ഇന്നലെ രാത്രി ഇവിടെ വന്നപ്പോൾ നൈസായിരുന്നല്ലേ. രാത്രി ഒന്ന് ഇറങ്ങിയപ്പോൾ മൂടായിരുന്നു. അപ്പോഴും നമ്മൾ പറഞ്ഞ് മഴയൊന്നും ഇല്ലെന്ന്, നാവെടുത്ത് വായിൽ തിരിച്ചിട്ടില്ല. പിന്നെ പെയ്ത് സംഭവം ഒന്നും ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഇറങ്ങിയപ്പോൾ മഴയേ ഇല്ല. അപ്പോഴത്തേക്ക് നമ്മൾ ഇതാണ് സംസാരിച്ചു, അയ്യോ മഴയില്ല, എന്ത് നല്ല ഇപ്പം നല്ല ഇത് എടുത്തില്ല. ഇത് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല, ആ സ്പോട്ടിൽ അവിടെ നിന്ന് തിരിഞ്ഞ് നമ്മളൊരു ലോഡ്ജിൽ പോയി ചായ കുടിക്കാൻ നമ്മൾ ലോഡ്ജിൽ പോയി പറഞ്ഞു, അപ്പോൾ മഴയില്ലാത്ത തന്നെ വലിയ കാര്യം. തിരിഞ്ഞു പെയ്തു. നമ്മൾ നടന്നത് പോലും ഇല്ല, തിരിഞ്ഞതേ ഉള്ളൂ, അപ്പോഴത്തേക്കും പെയ്ത്. നമുക്ക് ചായ ഇട്ടിട്ടുണ്ട്, സെറ്റ് ഒരു ചീതടിക്കും. ഓക്കെ, ഇന്നലെ ഇന്നലെ രാത്രി വന്നപ്പോൾ സെറ്റ് ഞാനടുത്ത് പറയുന്നുണ്ട് കിടിലൻ ചായ കേട്ടോ. കളർ നോക്ക് ഗൈസ്, അതാണ് കളർ ഗൈസ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ. അതെ, ഇത് ഭയങ്കര ആർട്ടിസ്റ്റിക് ആണ് കേട്ടോ. അതായത് ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സത്യം ഒരു പണ്ടത്തെ ഒരു അമ്പല വൈബ്, നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ടാണ്. ഫുള്ള് മരങ്ങളും. ഗൈസേ, ഈ നിമിഷത്തിൽ ഒരാൾക്ക് നന്ദി പറയാനുണ്ട്. അതെ, അയ്യോ നമ്മളിങ്ങനെ നമുക്കൊരു സന്തോഷമില്ലാത്ത എന്താണെന്ന് അറിയാമോ, നമുക്കിവിടെ വണ്ടിയില്ല. അപ്പൊ നമ്മള് ബസ് കയറി ചാവൂന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്ന് അപ്പോഴങ്ങനെ ഞാൻ നൈഫിന്റെ അടുത്ത് പറഞ്ഞു, മഴയൊക്കെ നനഞ്ഞ് കഴിഞ്ഞ് ബസ്സിൽ പോണോരോളം ഷൂ ഒക്കെ നനഞ്ഞിരിക്കുന്നു. അതാ നമ്മള് ഭയങ്കര മൊണ്ടി നടക്കാൻ. അപ്പൊ ഞാൻ ആലോചിച്ചു നമ്മള് ബസ്സിൽ പോകുന്ന അവസ്ഥ. അത് ആലോചിച്ചപ്പോ തീർന്നില്ല. അപ്പോഴത്തേക്കും ഒരു കോള്, ബസ് കയറി ഇവിടെ വാ, ബൈക്ക് ഉണ്ടെന്ന്. അമ്പിയെ ടാങ്ക് അമ്പിയെ, നീ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ പാലക്കാട് നമ്മള് ഇവിടെ ചത്തേന. സത്യം പറയല്ല, വലിയ നന്ദി. ഷൗട്ട് ഔട്ട് അംബിക. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോ റൂമൊക്കെ പൂട്ടി 11 മണിയപ്പോൾ നമ്മള് റൂമിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നമുക്ക് അംബികയുടെ ഒക്കെ അങ്ങോട്ട് പോവാം. നമുക്കൊരു ബസ് കിട്ടി. നൈസ് വ്യൂ അല്ലേ? സെറ്റ് കയറിയ ഭംഗിയുള്ള സ്ഥലങ്ങളെന്ന് അറിയാമോ ഇവിടെ എല്ലാം. ഓക്കെ, സെറ്റ്. അങ്ങനെ അടിപൊളി സ്ഥലം കേട്ടോ, നല്ല വൃത്തിയുള്ള ഒരു ഏരിയ. ഫൈഹ നമുക്ക് വേണ്ടി ഒരു ബൈക്ക് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് ഗൈസ്. സെറ്റായ ഓർഡറാന്ന് പറഞ്ഞത്. കിട്ടിയ ബൈക്ക് കിട്ടിയ സെറ്റ്. അപ്പോൾ ഓക്കെ, നോക്ക്, വ്ലോഗിൽ നോക്കടാ. അപ്പോൾ ഗൈസ്, ഇത്രയും പിള്ളേരെയും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മളെ ബഡീസ്. ഒരാൾ കുറവുണ്ട് നമ്മളന്ന് വ്ലോഗിൽ വന്നതിൽ. നമ്മളവിടെ പോയി, ഇതാ നാട്ടിൽ പോകല്. ഓക്കെ, അപ്പൊ നമ്മള് നേരെ ഇനി എങ്ങോട്ടാ പോകുന്നത്? അമ്പിയ ഫസ്റ്റ് സ്പോട്ട് പറ. നെഹദിയിലോട്ടാണ് പോകുന്നത്. അവിടെ എന്താണ് കിട്ടുന്നത്? ഓക്കെ, അപ്പൊ എല്ലാരും വണ്ടി എടുത്തോ, കേറാ വണ്ടിയില്. ഓ ഗൈസ്, നമ്മളിപ്പോ ഏകദേശം മന്തിയെ കഴിച്ചു. അതിന്റെ വീഡിയോ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണും. അപ്പൊ ഇനി നമ്മള് എങ്ങോട്ടാ പോണെന്ന് പ്ലാനില്ല. ചിലപ്പോൾ മലമ്പുഴ ഡാം കാണാനൊരു പ്ലാൻ ഉണ്ട്. നല്ല മഴ ഗൈസ്, അതാണ് ഭയങ്കര സീൻ. നമ്മൾ കുറെ നേരം ഇങ്ങനെ നിന്നെയാണ്. അപ്പോ ഇനി നമുക്ക് മലമ്പുഴ ഡാം കാണാൻ പോവാം. എടാ, സ്വന്തമായിട്ടൊരു മുറുക്കാൻ പോലെ നീ എന്തിനാ ഈ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന? അവളൊരു ക്യൂട്ട് കളി ഇടിച്ച് ഞാൻ നൂത്ത് വിടും കേട്ടല്ലേ. സെൽഫിയാ? ആരടാ ഇത്? എടാ അഭിലാഷ്, ഇത് യാറാ? കുഞ്ഞിപ്പുഴുവാ? ഇത് ഏതാടാ ഈ വാണപ്പുഴു?
സ്നേഹത്തിനതിരില്ല, ഇനി നമ്മൾ പിരിയില്ല. ഒരു ഉമ്മയും കൂടെ കൊടുക്കോ? അതെന്റെ ഒരു നമ്മൾ അങ്ങനത്തെ നാളെ പേപ്പട്ടി വിഷയമാണ്. നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നത്? ചൂടെ ഉറക്കം മലമ്പുഴ. ആ എന്നിട്ട് ബാക്കി പറ, ഇവിടുത്തെ പ്രകൃതി രമണീയതയെ കുറിച്ച് പറ. അതെ, നമ്മൾ നോക്കുകയാണ്. ആ നോക്കിക്കഴിഞ്ഞു, ഇനി എന്താണ് ഇനി പറ. അങ്ങോട്ടും നോക്കിക്കഴിഞ്ഞു, ഇനി എങ്ങോട്ടാണ് നോക്കേണ്ടത്? കുറെ വിജനമായ ആളുകൾ നടന്നു പോകുന്നു അല്ലേ ഫൈഹ? നിന്റെ ബ്യൂട്ടിനെസ് ഞാൻ ഒപ്പി എടുക്കട്ടെ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങനെ കാണീര്, ഇങ്ങനെ കാണീര്, നാണം കാണീര്, എടാ നാണം കാണീര്. ഇങ്ങനെ ഈ സ്ഥലം എങ്ങനെയുണ്ട് മേഘ? നല്ല ഒരു എസ്തെറ്റിക്സ് ഉണ്ടോ? അതെ പയ്യ പറ പയ്യ പറടാ, ഞാൻ മലയാളത്തിൽ പറ. വളരെ മനോഹരമായ സ്ഥലം. ആ മലയ്ക്ക് എന്തുകൊണ്ടാണ് ബാബു മല എന്ന് പേരിട്ട്? ഇങ്ങോട്ട് ഇല്ലേ? ബാബു പറഞ്ഞൊരു ആളുണ്ടായിരുന്നു. ആ അയാള് മലയിൽ സ്പീഡിൽ പറ. അയാൾ മലയിൽ കുടുങ്ങുമ്പോ ഒരു ദിവസം കുടുങ്ങി റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിട്ട് ഹെലികോപ്റ്ററാണ് വരേണ്ടി വന്നു. അപ്പൊ അത് ബാധികേരി മല. നമ്മളിപ്പോ ഒരു സൈഡിലെ കടയിൽ നിന്ന് മാങ്ങ എന്നാ വന്നേക്കാണ് അല്ലേടാ? ആണെന്ന് പറയടാ. ഇതാണ് സ്പോട്ട്. കണ്ണൂർ സ്ക്വാഡ്. ഒന്നൊരാളെന്ന കുഴി നടക്കണം. ഇത് സമാധിയായ അതാ എന്റെ കൊച്ചിന് ഞാൻ ഉണ്ട്. നീ ഇരുന്നോടാ. ഈ വ്യൂ അല്ലല്ല ഇല്ല ചേട്ടാ, 3 ചായ വേണ്ട ചേട്ടാ, 2 ചായ അണ്ണാ. 2 ചായ പോടുങ്ങോ இந்த പെൺകുട്ടികൾക്ക് പോടാതുങ്ങോ. അതൊക്കെ തന്നെ കൂട്ടുകാർ ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്. അതെ, അതങ്ങനെ ചോദിച്ച ഇതൊരു വലിയ സംഭവമാണ്. ഇവിടെ വന്ന് കാണണം. നമ്മള് ഇവിടെ പഴംപൊരിയും ബീഫും കിട്ടുമെന്ന് നമ്മളൊരു റീല് കണ്ടായിരുന്നു. അത് കണ്ട് ഇതാണ് ഇത് ഈ ഫുഡ് സ്പോട്ടിൽ നിന്ന് കഴിക്കാനാണ് നമ്മൾ മെയിനായിട്ട് വന്നത്. ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആണ് ഇത് കണ്ട. നമുക്ക് അവിടെ പോയി കഴിക്കണം. അതെ അവിടെ കണ്ട, അവിടെ പോയി കഴിക്കണം. നമ്മളെ പൊറോട്ടയും ബീഫും കണ്ട്. ഇതാണ് സ്പോട്ട്. നമ്മളിനി ഒരു ഫുഡ് റീൽ എടുത്തിട്ട് വരട്ടെ. ഓക്കെ മറ്റേ എന്തോ അല്ല മലപ്പുറം കാരി നിനക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടോ? പഴംപൊരിയും ബീഫും നൈസ് അല്ലായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റ്. ഇവള് കഴിക്കൂല, എന്നാലും ഇവള് കഴിക്കില്ല. പക്ഷെ ഇവള് കഴിച്ചില്ലേ? ബീഫ് കഴിക്കാത്ത ആളെ കൊണ്ട് ബീഫ് നല്ല ടേസ്റ്റ് ആണ്. ആ ഒരു മധുരം, ആ എരിയും ആ മധുരവും കൂടെ വരുമ്പോ എല്ലായിടത്തും പഴംപൊരിയും ബീഫും പക്ഷേ ഇവിടുത്തെ അതെ നല്ല പഴംപൊരിയും അതിനോട് ആ കറിയും എല്ലാം കൂടെ വരുമ്പോൾ എരി നല്ല കിട്ടുന്ന സാധനം. അത് കഴിക്കുന്ന വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്പോട്ട് പിടിക്കാൻ ടൈമില്ല. നമ്മളിപ്പോ വന്നിരിക്കുന്ന എവിടെയാണ്? മലമ്പുഴ ഡാം. ഇവിടുത്തെ ഒരു നല്ല കിടിലം സ്പോട്ടാണ്, ഡാമാണ്. ഫസ്റ്റ് ഇയർ വന്നപ്പോ വേണം വേണം. ഐസ്ക്രീം വീഗൻ ആണോ മേഘ? കഴിച്ചാണ്ട് ഇതിലേക്കൂടെ ഇങ്ങനെ വന്ന് നമ്മളങ്ങനെ കയറണം. ഓ ഈ ചുമരിന്റെ ഹൈറ്റ് നോക്ക്. ഓ ഇവള് നോക്ക്, ഇത്ര ഈ ഹൈറ്റ് നോക്കണ്ട. അതാ നീ ഇതിനെ കൂടെ ചവിട്ടി കയറേ. നീ ആ കല്ലി പിടിച്ച് ചവിട്ടി കയറി. അങ്ങനെ നമ്മൾ ടോപ്പ് എത്തിയിരിക്കുകയാണ്. പറയാൻ ടോപ്പ് എത്തിയിരിക്കുകയാണ്. കൈ വെക്ക്. ഇതാണ് ഇതിന്റെ ടോപ്പിലെ വ്യൂ. ആണ് തളർന്നിരിക്കുന്ന ഒരു കൂട്ടം യുവതികൾ. അത് മീൻ പിടിക്കുക. ഡാം ഫിഷ് കഴിച്ചാലാ? ഡാം ഫിഷ് അമ്മക്ക് പിടിക്കൂലെന്ന് പറയുന്നത്. ഡാമിലെ വെള്ളം ഇത് കുടിച്ചിട്ട് റിവ്യൂ ആറാ. സീ വ്യൂ നോക്കേ എന്റെ മോനെ, കിടിലല്ലേ? എങ്ങനെണ്ടാ ഇതെന്തോന്ന്? ഈ പാലം നോക്കി നല്ലൊരു പാലം അല്ലേ? അത് നോക്കണ്ട റൈഡ് മന്ത്. അമ്പികെ കേറി വാ. ഇത് നല്ല വിറയലുണ്ടല്ലോ.
പാലത്തിന് നല്ല അവര് പൈക പേടിച്ച് വിറച്ചെന്ന്. ഇവിടുത്തെ വ്യൂ കണ്ടാ? വാവ്. ഈ ഒരു ഇതിന് എത്ര ആഴം കാണും പയ്യ? അത്ര ഉള്ളോ? ഇനിയിപ്പോ പ്രത്യേകിച്ച് ഇവിടെ വലിയ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോകുമ്പോ ഞാൻ വരാം. അപ്പൊ ഗായ്സ് ഇവരെല്ലാം പറഞ്ഞു വിടുകയാണ്. ബൈ പറ വ്ളോഗിന്. ഓക്കെ ഇവരെ ഓക്കെ. അപ്പൊ ഇനി ഇത്രേ ഉള്ളു. അതെ ശരി. ഒരു ബ്ലിപ്പടി ക്യാമറയില്. സോ ഫൈനലി ഗൈസ് അതിനുശേഷം കുറേ കാര്യങ്ങൾ നടന്നു. നമ്മൾ ഫുഡ് വ്ലോഗ് എടുക്കാൻ പോയി. അതിനുശേഷം ഇങ്ങോട്ട് വന്ന യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ വെതർ ആൻഡ് ഫോൺ ബാറ്ററി ചാർജ് അത് ഭയങ്കര ഒരു ഇഷ്യൂ ആയിരുന്നു. നമ്മളെ ഫോണിലെ സ്പേസ് നിറഞ്ഞ് നമുക്ക് രണ്ടുപേരുടെയും ബാറ്ററി തീർന്ന്. അതുകൊണ്ട് വ്ളോഗിങ് എടുക്കാൻ നടന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയതിൻ്റെയൊക്കെ ചെറിയ ഷോർട്സ് എടുത്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ റൂമിലെത്തിയിരിക്കുകയാണ്. രാവിലെ കാണിച്ച റൂമിൽ. ഇന്ന് ശരിക്കും നല്ലൊരു ദിവസമായിരുന്നു. വ്ളോഗ് കണ്ടപ്പോൾ എത്ര മനസ്സിലായെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ട്രാവൽ സ്ഥലങ്ങളായിരിക്കും നിങ്ങൾ കൂടുതലുണ്ട്. പക്ഷെ നല്ല വൈബുള്ളൊരു ദിവസമായിരുന്നു. ഓക്കെ സത്യം പറയാമല്ലോ, പാലക്കാട് വന്നിട്ട് നമ്മളൊരു ചൂടാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ ചൂടില്ലായിരുന്നു, നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ദിവസം അടിപൊളിയായിരുന്നു. അപ്പോൾ നാളെ നമ്മൾ പോകുന്നുണ്ട് വിത്ത് ദിസ് ടീം. അപ്പോൾ വേറെ വെറൈറ്റി സ്ഥലങ്ങളിലോട്ട്. അപ്പോൾ നാളെയും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. ടിൽ ദെൻ ബൈ.